ഇതൊരു ചൂയിങ്ക കഴിച്ചിട്ടില്ലേ? അയ്യേ അയ്യേ, ഞാൻ മറന്നുപോയി. നീ അടി കിട്ടാനും വഴക്കേക്കാനും മാത്രം ജനിച്ചതാണ്. അല്ലെങ്കിൽ ആബ്സെന്റ് മാർക്ക് ചെയ്യും. ഇവിടെ എന്താടാ ഈ ബഹളം? ഇത് കേട്ടിട്ട് ഞാൻ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ വന്ന പോലെ ഉണ്ടല്ലോ. നീ എന്ത് പച്ചക്കറിയാണ് അവിടെ വെക്കുന്നത്? സോർ, ഞാൻ താങ്കൾക്ക് വേണ്ടി പാവയ്ക്കാണ് വിൽക്കുന്നത്. സൈലൻസ് ആയിരിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ആബ്സെന്റ് മാർക്ക് ചെയ്യും മഷി കൊണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഹോംവർക്ക് തരും. കളിക്കാൻ പോയിട്ട് TV കാണാനുള്ള സമയം പോലും കിട്ടില്ല. ഇപ്പോഴാണല്ലോ കാര്യം മനസ്സിലായത്. ശ്രദ്ധിച്ച് കേൾക്കൂ. ഈ ആഴ്ചത്തെ അസൈൻമെന്റ് ആണ് ഫാമിലി ട്രീ. നാളെ വരുമ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ ആബ്സെന്റ് മാർക്ക് ചെയ്യും മഷി കൊണ്ട്. അതാണ്. ഡിംബി, ഈ ഫാമിലി ട്രീയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫാമിലി ട്രീയിൽ നീ നിന്റെ ഫാമിലിയെ കുറിച്ചാണ് പറയേണ്ടത്. അച്ഛനമ്മ, അവരുടെ അച്ഛനമ്മ, മനസ്സിലായോ? ഓ, എനിക്ക് അമ്മയും അച്ഛനും ഇല്ലല്ലോ. പക്ഷെ അവരെ പോലെ അങ്കിളും ആന്റി ഉണ്ടല്ലോ. പക്ഷെ സൂര്യ അങ്കിളിനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കും? നമ്മൾ ഭൂതങ്ങളാണ്, ഭൂതങ്ങൾ. നമ്മൾക്കും ഒരു അഭിമാനമുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവരെ സ്കൂളിൽ അയക്കണ്ട എന്ന്. കണ്ടില്ലേ പ്രോബ്ലം തുടങ്ങിയത്? അങ്കിൾ, ഇതിൽ എന്താണ് പ്രോബ്ലം? പ്രോബ്ലം അല്ലേ ഉള്ളൂ. ഇന്ന് ഞങ്ങളെ ട്രീ ആക്കുന്നു, നാളെ ഞങ്ങളെ എലിയാക്കില്ലെന്ന് ആര് കണ്ടു? അയ്യോ അങ്കിൾ, ഞാൻ നിങ്ങളെ ട്രീ ഒന്നും ആക്കുന്നില്ല. പക്ഷെ താങ്കളെ കുറിച്ച് പറയുന്ന ട്രീ ആണ്. അതിനുവേണ്ടി താങ്കളുടെ പെർമിഷനും ഫോട്ടോയും മാത്രം മതി. കണ്ടോ 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 കണ്ടോ, അവൻ താർക്കുത്തരം പറഞ്ഞു പഠിക്കുന്ന കണ്ട. നിന്നെ കുറിച്ച് പറയാൻ എനിക്ക് ഒരേ ഒരു വാക്കേ ഓർമ്മ വരുന്നുള്ളൂ. അതെന്താണത്? ഞാൻ പറയാം. ബുദ്ധു അല്ല, അഹങ്കാരി. നീയാണ് ബുദ്ധു. ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എങ്ങനെ വരാതിരിക്കും? പിന്നാക്കി ആളാകെ മാറിപ്പോയി. എങ്ങനെയാണെന്ന് വെച്ചാ കാട്ടുജാതി അല്ല, ഇൻഡിസിപ്ലിൻ. കാട്ടുജാതി നീയാണ്. ഐഡിയ. എന്ത് ഐഡിയ? ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കാനുള്ള ഐഡിയ. അങ്ങനെ അസൈൻമെന്റ് പൂർത്തിയാക്കാനുള്ള ഐഡിയ. നീയും നിന്റെ അപകടം പിടിച്ച ഐഡിയകളും എനിക്ക് കേൾക്കണ്ട. മീശ പിരിച്ചിട്ട് ഞാൻ ലൈബ്രറിയിലേക്ക് പോവുകയാണ്. ഓവർ ആൻഡ് ഔട്ട്. എനിക്ക് തോന്നുന്നില്ല നിന്റെ ഫാമിലി ട്രീക്ക് എന്റെ ആവശ്യമുണ്ടെന്ന്. ഞാൻ കിച്ചണിൽ പോകുന്നു. ഇന്ന് ഞാൻ ചുവന്ന മുളക് കൊണ്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും കൂടി അത് കഴിക്കാം. കൊള്ളാം കൊള്ളാം. പക്ഷെ എനിക്കിന്ന് ഫാസ്റ്റിംഗ് ആണ്. അതെ ഹാപ്പി, എന്താ നിന്റെ ഐഡിയ? അതെ കൂട്ടുകാരാ, ഫാമിലി ട്രീക്ക് ഫോട്ടോ അല്ലേ വേണ്ടത്? ആ ചുമരി തൂക്കിയിട്ടിരിക്കുന്ന പെയിന്റിങ്സ് കൊണ്ടുപോയിക്കോളൂ. എന്റെ ദൈവമേ, ഇത് ഫാമിലി ട്രീ പ്രസന്റേഷൻ ആണ്, അല്ലാണ്ട് പെയിന്റിംഗ് എക്സിബിഷൻ അല്ല. അത് ശരി. ഡോണ്ട് വറി. ഹാപ്പിയാണ് നിന്റെ അച്ഛനും ഹാപ്പിയാണ് നിന്റെ മമ്മിയും. നീ ഈ ക്യാമറ പിടിച്ച് ചുമ്മാ ഫോട്ടോ എടുത്താൽ മതി. ഇതാ വരുന്നു ഹാപ്പി ദ മമ്മി. എന്താ, ഞാൻ ശരിക്കും ആന്റി സുരിയെ പോലെ തന്നെ ഇല്ലേ? എന്താണ് ഈ കാണിക്കുന്നത്? ഇവനെ കണ്ട ക്ലാസ്സിലെ കുട്ടികൾ മാത്രല്ല, തീരു സാർ വരെ പേടിച്ചു പോകും. നിന്നെ ഹാപ്പി പാപ്പാ പാപ്പാ പാപ്പാ. അങ്ങനെ ഫോട്ടോസ് കൊണ്ട് നിന്റെ പ്രസന്റേഷൻ ഉണ്ടാക്കൂ. എന്റെ ഹാപ്പി, മനുഷ്യന്റെ ഫോട്ടോയാ വേണ്ടത്,
ഇത് അസ്ഥികൂടത്തിന്റെ അല്ല. ഇതെന്ത് ഈ എല്ലാം കൂടി കേണൽ സൂര്യ കളിയാക്കുകയാണോ? അത് പിന്നെ അസൈൻമെന്റിന് വേണ്ടിയാണ്. നിനക്ക് ഈ അസൈൻമെന്റ് ഇത്ര അധികം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഞാൻ തന്നെ നിനക്ക് ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്യാം, മീശ വിരിച്ചിട്ട്. എന്നാൽ നമുക്ക് എടുക്കാം ഒരു group selfie. Ready? ഇതാണ് നിന്റെ പ്രോജക്ട് പിനാക്കി. താങ്ക് യു ഹാപ്പി. വളരെ നല്ലതാണ്. അവനെ വെറുതെ വിടല് പിനാക്കി. ഹാപ്പി എന്ത് തോന്നുന്നു? നമുക്ക് ജയിക്കാൻ പറ്റുമല്ലോ അല്ലേ? ചിപ്സ് വളരെ റഫാണ്, ജയിക്കാനും ടഫാണ്. നമുക്ക് നോക്കാം. ശരി നോക്കാം. ആ ഇപ്പൊ കണ്ടോ പിനാക്കിയുടെ പ്രകടനം? വൗ പിനാക്കി, സബാഷ്. ഇന്ന് ഈ ഫുട്ബോൾ ഏറ്റവും നന്നായി കളിക്കുന്ന നിനക്ക് തന്നെ ഇരിക്കട്ടെ. ഈ വിജയം ആഘോഷിക്കാൻ ഡിംബിക്കും ഡിങ്കുവിനും ഒരു പാർട്ടി കൊടുക്കണം എനിക്ക്. ഇവനെന്തിനെപ്പോഴും മുകളിലോട്ട് നോക്കി സംസാരിക്കുന്നേ? കൊടുത്തോ കൊടുത്തോ, അടിച്ചു പൊളിച്ചോ, ഞാനും കൂടെ വരാം. ആ എന്തായാലും വേണമല്ലോ, കാരണം നിന്റെ ഭൂത ബംഗ്ലാവിലെ പാർട്ടി വെക്കേണ്ടത്. പിന്നെ നീ അവരുടെ മകനല്ലേ, നീ സൂര്യങ്കളിനോട് പെർമിഷൻ വാങ്ങി തരണം കേട്ടോ ഹാപ്പി. ഒരു ടെൻഷനും വേണ്ട, ഈ ഹാപ്പി കേണൽ സൂര്യയെ അറ്റൻഷൻ ആക്കാം. പിനാക്കി ഈ വിജയം ആഘോഷിക്കാനായിട്ട് എന്റെ വീട്ടിൽ ഇന്ന് പാർട്ടി. ഓഹോ അത് ശരി, അപ്പോൾ അവര് പാർട്ടി നടത്താൻ പോവല്ലേ? നമ്മളും പോവും ഈ പാർട്ടിക്ക്. എന്നിട്ട് ഈ ബോൾ തിരികെ വാങ്ങണം. അയ്യോ, വിളിക്കാതെ പാർട്ടിക്ക് പോകുന്നത് ശരിയല്ലല്ലോ. നമ്മളെ ഇൻവൈറ്റും ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് ഇൻവിറ്റേഷന്റെ ആവശ്യം എന്തിനാണ്? നമ്മൾ ഭൂതങ്ങളായിട്ട് പോകും. ഇംപോസിബിൾ. നമ്മൾ ഭൂതങ്ങൾക്കും മാനവും മര്യാദയും ഒക്കെ ഉണ്ട്. മനുഷ്യനെ നമ്മുടെ വീടിനുള്ളിൽ കയറ്റാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. പക്ഷേ പിനാക്കി ഒരു മനുഷ്യനല്ലേ? ഗുഡ് പോയിന്റ്. ഈ വീട്ടിൽ പാർട്ടി വെക്കാനുള്ള ഐഡിയ ആരുടേതാ? ഞാൻ ഞങ്ങളുടെ വിജയം ഒന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ടാ, ഒരു ചെറിയ പാർട്ടി വെച്ചിട്ട്. പിന്നെ ബാക്കി എന്റെ ഐഡിയ ആണ്. താങ്കളല്ലേ എപ്പോഴും പറയുന്നേ പിനാക്കിയെ പുറത്തു വിടരുത്. അതുകൊണ്ട് ഞാൻ മറ്റു കുട്ടികളെയും വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിൽ ക്രൗഡ്, കേണൽ പ്രൗഡ്. ഗുഡ് ബോയ്. എത്ര മണിക്ക് വരാനാ പറഞ്ഞത്? പിനാക്കി 2 മണിക്ക് വരാനാ പറഞ്ഞത്. 2 മണിക്ക്. പക്ഷെ താങ്കൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ അവരോട് 1 മണിക്ക് തന്നെ വരാൻ പറഞ്ഞു. തല്ലുകൊണ്ടാലേ പഠിക്കൂ എന്നുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട്. ദാ ഇപ്പൊ കാണുകയും ചെയ്തു. ആർക്കാണ് തല്ലുകൊള്ളാൻ പോകുന്നത്? വരൂ, ഇവിടെ വരൂ, എല്ലാവരും വരൂ. ഭൂതങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് മീശ പിരിച്ചോണം. ഓർത്തോളൂ, വെള്ളത്തിൽ തൊട്ട് അലറി വിളി കേട്ട് കുറച്ച് സമയത്തേക്ക് നമുക്ക് എല്ല് പ്രതിമയായി മാറണം. അങ്ങനെ കുറച്ച് പേടിപ്പിക്കാം.
ഇത് കുറച്ചല്ല കുറേ. അതെ, നീ പറഞ്ഞത് ശരിയാണ് കപ്പു. അത് മാത്രല്ല, അവരെല്ലാം നോർമലും സിമ്പിളുമായ കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങളും നോർമലായി തന്നെ ബിഹേവ് ചെയ്യണം. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇപ്പോൾ തന്നെ മുളകുപൊടി കൊണ്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കി വരാം. അയ്യോ, 10 മിനിറ്റ് ബാക്കിയുള്ളൂ. ഇവിടെയൊക്കെ വൃത്തിയാക്കണ്ടേ? വാ, വരൂ